തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെ. ദൈവത്തിന് തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബൈബിൾ പഠന പരമ്പരയിലെ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെക്കുറിച്ചുള്ള പഠനം നമ്മൾ തുടരുന്നു. ഈ എപ്പിസോഡിൽ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനമാണ് നമ്മുടെ പഠന വിഷയമാക്കുന്നത്. ക്രൈസ്തവ ചിന്തയിലും ആധ്യാത്മികതയിലും ദൈവശാസ്ത്ര ചിന്തകളിലും റോമാക്കാർക്ക് എഴുതിയ ലേഖനം പോലെ ഏറ്റവും ഗഹനമായ രചനകളിൽ ഒന്നായി കരുതപ്പെടുന്നതാണ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം. പലപ്പോഴും ലേഖനങ്ങളുടെ രാജ്ഞി എന്ന് ഇത് വിളിക്കപ്പെടുന്നു. ക്രിസ്തുവിൻ്റെയും സഭയുടെയും ഒരു സാർവത്രിക ദർശനം ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയെയും ക്രിസ്തുവിലുള്ള എല്ലാ സൃഷ്ടികളുടെയും ഐക്യത്തെയും ഈ ലേഖനം എടുത്തു കാണിക്കുന്നുണ്ട്. സാർവത്രിക സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഐക്യത്തിനുള്ള അടിസ്ഥാനങ്ങളെ അവതരിപ്പിക്കുന്നതും ഈ ലേഖനത്തിന് വേറിട്ടൊരു തനിമ പ്രദാനം ചെയ്യുന്നതോടൊപ്പം ഇതിനെ ആധുനിക കാലത്തിലെ സഭൈക്യ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഈ ലേഖനത്തിൻ്റെ രചയിതാവിനെ കുറിച്ച് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ട്. പരമ്പരാഗതമായി വിശുദ്ധ പൗലോസ് എഴുതിയതാണ് ഈ ലേഖനമെന്ന് കരുതപ്പെട്ടിരുന്നു. 2-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ലേഖനത്തിൻ്റെ കർത്തൃത്വത്തെക്കുറിച്ച് യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. അതിനാൽ പൗലോസ്ലീഹ തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അവസാന ഭാഗത്ത് റോമിൽ തടവിലായിരുന്നപ്പോൾ ഈ ലേഖനം രചിച്ചു എന്നാണ് കരുതിപ്പോകുന്നത്. ഇന്ന് ഏതാണ്ട് 80% ബൈബിൾ പണ്ഡിതന്മാരും ഇത് പൗലോസിൻ്റെ രചനയല്ല എന്ന് പറയുമ്പോൾ 20% ഇതിനെ പാരമ്പര്യത്തിന് അടിസ്ഥാനമായിട്ട് പൗലോസിൻ്റെ രചനയെന്നും കരുതുന്നുണ്ട്. പൗലോസ് തന്നെയാണ് ഇത് എഴുതിയത് എന്ന് വാദിക്കുന്നവരും ഈ ലേഖനം പിൽക്കാലത്ത് പൗലോസിൻ്റെ ഒരു ശിഷ്യനോ ഒരു പകർത്തി എഴുത്തുകാരനോ വിപുലീകരിച്ചതായി കരുതുന്നു. ഉള്ളടക്കത്തിൻ്റെയും ഭാഷാ ശൈലിയുടെയും ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകളുടെയും അടിസ്ഥാനത്തിലാണ് പൗലോസിൻ്റെ കർത്തൃത്വം സംശയം ഉളവാക്കുന്നത്. പദാവലിയിലും ശൈലിയിലുമുള്ള വ്യത്യാസങ്ങൾ കാരണം ബൈബിൾ പണ്ഡിതന്മാർ ഈ ലേഖനത്തിൻ്റെ രചയിതാവിനെ പൗലോസിൻ്റെ ഉത്തമനായ ഒരു വ്യാഖ്യാതാവും അല്ലെങ്കിൽ പൗലോസിൻ്റെ ഒരു ശിഷ്യനുമായിട്ടാണ് കരുതുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ വിവരണപ്രകാരം പൗലോസ്ലീഹ എഫേസോസിൽ 2 വർഷം സുവിശേഷ പ്രഘോഷണം നടത്തിയ ആളാണ്. നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 10-ാം വാക്യം. എഫേസോസുമായിട്ടുള്ള പൗലോസിന്റെ ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം 2-ാം പ്രേക്ഷിത യാത്രയിൽ പൗലോസ്ലീഹ അവിടെ താമസിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 18-ാം അധ്യായം 19 മുതൽ 21 വരെ ഉള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ 3-ാം പ്രേക്ഷിത യാത്രയിൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് 20-ാം അധ്യായം 1-ാം വാക്യം വരെ അത് ഒരു താവളമാക്കി ഏകദേശം 3 വർഷം അവിടെ ചിലവഴിച്ചു എന്നും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എഫേസോസുകാരുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ ഞാൻ അല്ലെങ്കിൽ പൗലോസ് അവരെ തൻ്റെ പ്രാർത്ഥനകളിൽ വിസ്മരിച്ചിട്ടില്ല എന്നും പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതാണെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 3-2-ാം വാക്യം എന്ന് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ ലേഖകനും അല്ലെങ്കിൽ പൗലോസ്ലീഹായുടെ പേരിൽ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം എന്ന് അറിയപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഈ പുസ്തകവും അതിൻ്റെ ലേഖകനും എഫേസോസുകാരും തമ്മിൽ പരസ്പരം കേട്ടറിവ് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. അതുപോലെ തന്നെ വ്യക്തിപരമല്ലാത്ത പൗലോസ്ലീഹയുടെ മറ്റ് ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വ്യക്തിപരമല്ലാത്ത ഒരു ശൈലിയിലാണ് ഈ ലേഖനത്തിൻ്റെ രചന നാം കാണുന്നത്. പൗലോസ്ലീഹയുടെ മറ്റ് ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തിൽ ആരെയും വ്യക്തിപരമായി അഭിവാദനം ചെയ്യാത്തത് പൗലോസ്ലീഹയുടെ രചനാശൈലിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ്.
നമുക്കറിയാം, ഇത്രയും കാലം എഫേസോസിലെ സഭയുമായിട്ട് അടുപ്പവും അവിടെ താമസിച്ച പൗലോസ്ലീഹ അവർക്ക് ഒരു കത്തെഴുതിയപ്പോൾ അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ ഉപസംഹാരത്തിൽ അവിടെയുള്ള ചില പ്രധാന വ്യക്തികളെ അഭിസംബോധന ചെയ്യുകയോ അവർക്ക് ആശംസ നൽകുകയോ ചെയ്യേണ്ടതാണ്. സാധാരണ അദ്ദേഹത്തിൻ്റെ നിസ്സംശയമായുള്ള അല്ലെങ്കിൽ നിസ്തർക്കം ഉള്ളതായ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ അതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. അപ്പോൾ ഇവിടെ അത് വ്യത്യസ്തമായി നമുക്ക് കാണുന്നു. അതുപോലെ തന്നെ ഈ ലേഖനത്തിലെ ഭാഷാ ശൈലിക്കും പൗലോസ്ലീഹ രചിച്ചതിൽ നിന്ന് തർക്കമില്ലാത്ത മറ്റ് ലേഖനങ്ങളിൽ നിന്ന് ഗണ്യമായ വ്യത്യാസം നമുക്ക് കാണുവാൻ കഴിയും. സാധാരണ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ കാണുന്ന വാക്കുകൾക്ക് പകരമായി പൗലോസ്ലീഹയ്ക്ക് വളരെ താല്പര്യമുള്ള ചില ഗ്രീക്ക് പദങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അവയ്ക്ക് പകരമായി അതേ അർത്ഥമുള്ള പിൽക്കാലത്ത് സഭാപിതാക്കന്മാരുടെ മാത്രം കൃതികളിൽ കണ്ടുവരുന്ന പല പ്രയോഗങ്ങളും പദങ്ങളും ഈ ലേഖനത്തിൽ കാണുന്നത് തികച്ചും നമ്മളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്. മാത്രമല്ല, പൗലോസ്ലീഹ എഴുതിയ ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ലേഖനത്തിൽ ദൈർഘ്യം കൂടിയ വാചകങ്ങളും നമ്മൾ ഒന്ന് നോക്കുക. ഉദാഹരണമായിട്ട് 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ, 15 മുതൽ 23 വരെയുള്ളത് ഒറ്റയൊരു വാക്യമാണ്. അതുപോലെ തന്നെ 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, 3-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, 5-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, ഇതൊക്കെ വളരെ ദൈർഘ്യമേറിയ വാക്യങ്ങളാണ്. അതുപോലെ തന്നെ സങ്കീർണമായ വാചകഘടന, ഗ്രീക്ക് മൂലത്തിൽ നമ്മൾ അത് വായിക്കുമ്പോഴാണ് ഇത് കൂടുതൽ മനസ്സിലാകുന്നത്. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് 1-ാം അധ്യായം 13-14, 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊക്കെ വളരെ സങ്കീർണമായ ഒരു വാചകഘടനയുള്ള വാക്യങ്ങളാണ്. മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ദൈർഘ്യം മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ ചിലപ്പോൾ പെട്ടെന്ന് വരികയുള്ളൂ. പക്ഷേ നമ്മൾ ഗ്രീക്ക് ഭാഷയിൽ അത് വായിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ദൈവശാസ്ത്ര കാഴ്ചപ്പാടിലും പൗലോസ്ലീഹയുടെ മറ്റ് ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഡെവലപ്ഡ് തിയോളജി അല്ലെങ്കിൽ പുരോഗമിച്ച നവീന ദൈവശാസ്ത്രം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ദൈവശാസ്ത്രം നമുക്ക് ഈ ലേഖനത്തിൽ കാണാം. ഉദാഹരണത്തിന്, സഭ എന്ന് ആദിമസഭ വിചാരിച്ചിരുന്ന ഒരു സ്ഥലത്തുള്ള വിശ്വാസികളുടെ ഒരു സമൂഹം, ഒരു സ്ഥലത്തുള്ള, ഇപ്പോൾ കോറിന്തോസിലോ റോമായിലോ അല്ലെങ്കിൽ എഫേസോസിലോ ഫിലിപ്പിയിലോ ഉള്ള ഒരു സ്ഥലത്തുള്ള ഒരു ചെറിയ വിശ്വാസികളുടെ ഒരു കൂട്ടം. കാരണം സഭയുടെ ആ വളർച്ച വലുതായിരുന്നില്ല. എന്നാൽ പിന്നീട് ഈ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ സഭയൊരു സാർവത്രിക പ്രതിഭാസമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. 1-ാം അധ്യായം 21-ഉം 23-ഉം വാക്യങ്ങൾ, 3-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമുക്കത് കാണാൻ കഴിയും. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമായ അടിസ്ഥാനത്തിൽ പണിതുയർത്തപ്പെട്ടതാണ് സഭ. 2:20 ക്രിസ്തുവാണ് അതിൻ്റെ ഏക അടിസ്ഥാനം. ആദിമസഭ നേരിട്ട പ്രധാന പ്രശ്നമായ വിജാതീയരെ സഭയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള വിവാദങ്ങൾ ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്നില്ല. കാരണം ആ വിവാദങ്ങൾ ആദിമസഭയിൽ ഉണ്ടായിരുന്നു. പിന്നീട് സഭയെ കാലക്രമത്തിൽ അത് ഒരു വിവാദമേ അല്ലാതായി മാറി. എല്ലാവർക്കും അംഗത്വം നൽകുകയും എല്ലാവർക്കും അവകാശമുള്ളതും എല്ലാവരും രക്ഷിക്കപ്പെടുന്നതുമായ സാർവത്രികമായ ആ ഒരു ആധ്യാത്മികതയും ദൈവശാസ്ത്രവും സഭയുടെ ചരിത്രത്തിൽ വന്നപ്പോൾ സഭാദർശനത്തിലും അത് നമുക്ക് കാണുവാൻ കഴിയും. അത് പ്രതിഫലിക്കപ്പെട്ടു. അതുകൊണ്ട് ആണ് പിന്നീട് നമുക്ക് അതൊരു വിവാദമായിട്ട് വരുന്നില്ല. ഈ ലേഖനത്തിനെ പറ്റി നമ്മൾ നോക്കുമ്പോഴും ഇവിടെയും അത് ഒരു വിവാദമായി കാണുന്നില്ല, അല്ലെങ്കിൽ അതൊരു ചർച്ച ചെയ്യേണ്ട, അഡ്രസ്സ് ചെയ്യേണ്ടതായ ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ അവിടെ കാണുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ കഴിയും? ഈ ലേഖനം അത്ര മുന്നിൽ അല്ലെങ്കിൽ ആദിമസഭയുടെ ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയതാണോ എന്ന് നമുക്ക് സംശയം തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഇത് പൗലോസ്ലീഹ എഴുതിയതാണോ എന്നുള്ള സംശയം വരുന്നത്. അതുകൊണ്ട് ചുരുക്കത്തിൽ പൗലോസ്ലീഹ എഴുതിയത് എന്ന് തർക്കമുള്ള കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനവുമായിട്ടും ഈ ലേഖനത്തിന് ബന്ധമുണ്ട്. കാരണം പല കാര്യങ്ങളും സാമ്യം, ഡിറ്റോ ആയിട്ട് അല്ലെങ്കിൽ സാമ്യമുള്ള വാക്കുകൾ, ശൈലി, ഇതിൻ്റെ ദൈവശാസ്ത്ര ദർശനത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് അഡ്രസ്സ് ചെയ്യുന്നതായ ദൈവശാസ്ത്ര മാനദണ്ഡങ്ങൾ അതുപോലെ തന്നെ ചിന്തകളൊക്കെ വ്യത്യാസമാണെങ്കിലും എഴുത്തിൻ്റെ ശൈലി അല്ലെങ്കിൽ ഈ ലേഖനവും കൊളോസസുകാർക്ക് എഴുതിയ ലേഖനവും തമ്മിൽ വളരെ സാമ്യം നമ്മൾ കാണാൻ കഴിയുന്നത് കൊണ്ട് ഇതിൻ്റെ രചയിതാവ് പൗലോസ്ലീഹ ആണ് എന്ന് സംശയിക്കുന്നവരെ നമ്മൾക്ക് തെറ്റിദ്ധരിക്കുവാൻ കഴിയുകയില്ല. അതിനാൽ മേൽ പറഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ ലേഖനത്തിന് പൗലോസിൻ്റെ കർത്തൃത്വം നിസ്സംശയം നമുക്ക് നൽകാൻ കഴിയുകയില്ല. അതേസമയം പൗലോസിൻ്റെ ചിന്തകൾ ഈ ലേഖനത്തിൽ ഉണ്ട് എന്നതിനാൽ പൗലോസിൻ്റെ ഒരു ശിഷ്യനായിരിക്കാം,
അല്ലെങ്കിൽ പൗലൈൻ സ്കൂൾ എന്ന് നമ്മൾ പറയും. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് പൗലൈൻ സ്കൂൾ, ആ ഒരു സ്കൂളിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഈ ഒരു ലേഖനത്തെ കാണാം. അല്ലെങ്കിൽ ഈ ലേഖനത്തിന്റെ കർത്താവ് പൗലോസിന് ഇത് പകർത്തി എഴുതി കൊടുത്ത, അല്ലെ പൗലോസിന്റെ ലേഖനങ്ങൾ എഴുതി കൊടുത്തിരുന്ന ഒരു വ്യക്തി പൗലോസിന്റെ മറ്റ് പഴയ ലേഖനങ്ങളോ അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ പൗലോസിന്റെ പരിശീലനത്തിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചതായ ദൈവശാസ്ത്ര ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയതായിരിക്കാം ഈ ലേഖനമെന്ന് പണ്ഡിതന്മാർ അനുമാനിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ തീയതിയെ പറ്റി, ഇത് എഴുതപ്പെട്ട കാലഘട്ടത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക, ഈ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഇതിന്റെ രചനയെ പറ്റി വരുമ്പോൾ ഇതിന്റെ എഴുതപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ചും അങ്ങനെ തന്നെ വരാൻ സാധ്യതയുണ്ട്. എഫെസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം, 4-ാം അധ്യായം 1-ാം വാക്യം, 6-ാം അധ്യായം 20-ാം വാക്യത്തിലൊക്കെ ബന്ധനത്തിലായിരിക്കുന്ന, കാരാഗൃഹത്തിലായിരിക്കുന്ന പൗലോസിനെ കുറിച്ച് അവിടെ കാണാൻ കഴിയും. അപ്പോൾ പരമ്പരാഗതമായിട്ട് പൗലോസ് ലീഹ റോമായിൽ കാരാഗൃഹത്തിൽ കഴിയുമ്പോൾ എഴുതപ്പെട്ട കാരാഗൃഹ ലേഖനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധനസ്ഥനായിരിക്കുമ്പോൾ എഴുതപ്പെട്ട ലേഖനങ്ങളിൽ ഒന്നാണ് എഫെസ്യർക്ക് ലേഖനമെന്ന് പരമ്പരാഗതമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അത് AD 60-നും 62-നും ഇടയ്ക്ക് എഴുതിയതായിരിക്കാമെന്ന് നമുക്ക് അനുമാനിക്കാം. എന്നാൽ നമ്മൾ മുമ്പ് കണ്ടതുപോലെ തന്നെ പൗലോസ്ലീഹായുടെ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ അല്ലെങ്കിൽ എഫെസ്യർക്ക് എഴുതിയ ഈ ലേഖനത്തിന്റെ രചനയിൽ പൗലോസ്ലീഹായുടെ മറ്റ് ലേഖനങ്ങളെക്കുറിച്ചും കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തെയും ഉപയോഗപ്പെടുത്തിയതായിട്ട് കാണുന്നതിനാൽ പൗലോസ് എഴുതിയ മറ്റ് ലേഖനങ്ങളുടെ ഒരു സമാഹാരം ഉണ്ടായതിനു ശേഷം ആയിരിക്കണം എഫെസ്യർക്ക് എഴുതിയ ലേഖനം ഉണ്ടായത് എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം ഒരു റെഫറൻസ് ഗൈഡായിട്ട് പൗലോസ് മറ്റ് ലേഖനങ്ങളുടെ സമാഹാരത്തെ ഉപയോഗിക്കുന്നതായിട്ട് ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ മറ്റൊരു റെഫറൻസ് ആയിട്ട് കൊളോസ്യർക്ക് എഴുതിയ ലേഖനവും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയെങ്കിൽ മറ്റ് ലേഖനങ്ങൾ എഴുതിയതിനു ശേഷവും കൊളോസ്യർക്ക് എഴുതിയ ലേഖനം എഴുതിയതിനു ശേഷവും ആണ് ഈ ലേഖനം പൗലോസ് തന്നെയാണ് എഴുതിയതെന്നുള്ള ഒരു സംശയത്തിന്റെ പേരിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏതാണ്ട് AD 80-നും 100-നും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിലായിരിക്കാം ഈ ലേഖനം എഴുതപ്പെട്ടത് എന്ന് ബൈബിൾ പണ്ഡിതന്മാരിൽ 80% പേരും ചിന്തിക്കുന്നുണ്ട്. ഇനി ഈ ലേഖനം ആർക്കാണ് എഴുതപ്പെട്ടത്? ഈ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ആർക്ക് എഴുതപ്പെട്ടു എന്നുള്ളത് ആധുനിക ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു വിഷയമല്ല. കാരണം ഈ ലേഖനത്തിന്റെ ഒരു സാർവത്രികത, ഒരു കത്ത് എന്നതിനേക്കാൾ ഈ ലേഖനത്തിന്റെ ഒരു സാർവത്രികത അത് ഒരു പ്രത്യേക സ്ഥലത്തെ സഭയ്ക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സഭയ്ക്കോ എഴുതിയതായിരിക്കണം എന്നുള്ള ഒരു അനുമാനത്തിൽ ആരെയും എത്തിക്കുന്നില്ല. അതുകൊണ്ട് ഏഷ്യ മൈനറിലെ പ്രധാന നഗരമായ എഫേസോസിനും പരിസരത്തുമുള്ള സഭകൾക്ക് വേണ്ടിയായിരിക്കണം ഈ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു രസകരമായ കാര്യം, ചില കൈയെഴുത്ത് പ്രതികളിൽ എഫേസോസുകാർക്ക് എഴുതിയത് എന്ന ശീർഷകം ഒഴിവാക്കിയിട്ടുണ്ട്. അതിനാൽ ഈ ലേഖനം നിരവധി സഭകളെ, എഫേസോസിലുള്ള സഭയെ മാത്രമല്ല നിരവധി സഭകളെ ഉപയോഗിച്ച് എഴുതിയതായ അല്ലെങ്കിൽ വിവിധ സഭകളിൽ വായിച്ച് അടുത്ത സഭയിലേക്ക് കൈമാറുന്നതായ ഒരു സർക്കുലർ ലെറ്റർ, അങ്ങനെ കൈമാറ്റം ചെയ്ത് എല്ലാ സഭകൾക്കും ഉദ്ദേശിച്ചുള്ള ഒരു ലേഖനമായിട്ട് ഈ കത്തിനെ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഇനി ഈ ലേഖനത്തിന്റെ ഉദ്ദേശം ആ ലേഖനത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ വിശ്വാസം ശക്തിപ്പെടുത്തുക, ക്രിസ്തുവിൻ്റെ ആ ഒരു രഹസ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഗ്രാഹ്യം വർദ്ധിപ്പിക്കുക, ഐക്യത്തിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ വിശ്വാസികളെ പ്രബോധിപ്പിക്കുക, പ്രേരിപ്പിക്കുക എന്നുള്ളതൊക്കെ ആയിട്ട് നമുക്ക് അനുമാനിക്കാൻ കഴിയും. മതപഠനത്തിലൂടെയും ആരാധനയിലൂടെയും പരിചിതമായ കാര്യങ്ങളുടെ ആഴമായ ദൈവശാസ്ത്ര വിശകലനവും വിചിന്തനവും ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തു ശിരസ്സായിരിക്കുന്ന സഭയിൽ എല്ലാവരും ഒന്നായി നിലകൊള്ളുന്നു. അതിനാൽ അതിന് ചേർന്ന വിധം വിശ്വാസികൾ തങ്ങളുടെ ജീവിതചര്യ ക്രമപ്പെടുത്തണമെന്ന പ്രബോധനം ഈ ലേഖനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ ആ ഒരു ശൈലി, ഒരു പ്രധാന ശൈലി നമ്മൾ നോക്കുകയാണെങ്കിൽ വിശ്വാസ സത്യങ്ങൾ ആദ്യ ഭാഗത്ത് അവതരിപ്പിക്കുന്നു. ഇത് പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ സാംശീകരിക്കാം എന്ന് രണ്ടാമത്തെ ഭാഗത്ത് കാണുന്നു. 6 അധ്യായങ്ങളാണ് ഈ ലേഖനത്തിനുള്ളത്. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവിക രഹസ്യം എന്താണ്, വിശ്വാസ സത്യം എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നു. വിശ്വാസികൾ ഈ വിശ്വാസ സത്യം സ്വീകരിച്ചു കഴിഞ്ഞ്
കർത്താവിൽ ഒരു പുതിയ ജീവിതം നയിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതയായിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള ഉപദേശങ്ങൾ, പ്രബോധനങ്ങൾ 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത് ഒരു കോസ്മിക് ഡയമെൻഷൻ ഓഫ് ചേർച്ച് ആൻഡ് ക്രൈസ്റ്റ്. അതായത് ഒരു പ്രാപഞ്ചിക അല്ലെങ്കിൽ ദർശനം, ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചുള്ള സത്യങ്ങൾ ദൈനംദിന ബന്ധങ്ങൾക്കും വെല്ലുവിളികൾക്കും പ്രസക്തമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഈ ഒരു ലേഖനത്തിൽ ആ ദൈനംദിന ജീവിതത്തിൽ ഒരു വിശ്വാസി നേടുന്ന എല്ലാ വെല്ലുവിളികൾക്കും അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തത ഈ ലേഖനം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആരാധനാക്രമപരമായിട്ടുള്ള പ്രാർത്ഥനയും സ്തുതിയും അടങ്ങിയിരിക്കുന്ന ഒരു രീതിയിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറയായ ആരാധനയെ അല്ലെങ്കിൽ വിശുദ്ധ ബലിയെ ഊന്നി പറയുന്ന സ്തുതിഗീത ഭാഷയിൽ ഈ കത്ത് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഇനിയും അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ വ്യതിരക്തതയും അനന്യതയും മറ്റ് ലേഖനങ്ങളിൽ നിന്ന് ഇതിൻ്റെ വ്യതിരക്തത, ഇത് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ ഈ ലേഖനം അതുല്യമാണെന്നുള്ളതിൽ സംശയമില്ല. അത് ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ലേഖനത്തിന് മറ്റ് ലേഖനങ്ങൾക്ക് കാണുന്ന സാന്ദർഭിക സ്വഭാവം ഇല്ല. എന്തെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിന് അനുസൃതമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇഷ്യൂ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പൗലോസ്ലീഹ മറ്റ് ലേഖനങ്ങൾ എഴുതിയ പോലെ ഇതിനൊരു സാന്ദർഭിക ഒക്കേഷണൽ നേച്ചർ ഈ കത്തിന് ഇല്ല, ഈ ലേഖനത്തിന് ഇല്ല. അതുപോലെ തന്നെ ഒരു പ്രത്യേക സഭയെയോ ഒരു പ്രാദേശിക സഭയോ ഒരു സഭാ വിശ്വാസികളുടെ ഒരു കൂട്ടത്തെയോ സൂചിപ്പിക്കുന്ന, ചൂണ്ടിക്കാണിക്കുന്ന ഏതെങ്കിലും പ്രത്യേക പ്രശ്നങ്ങളെയോ വിഷയങ്ങളെയോ ഈ ലേഖനം അഭിസംബോധന ചെയ്യുന്നില്ല. പൗലോസ്ലീഹയുടെ മറ്റ് ലേഖനങ്ങളിൽ കാണുന്ന പ്രാദേശിക ആശങ്കകൾക്കപ്പുറം രക്ഷയുടെ സാർവത്രികമായ ദർശനം, കോസ്മിക് ആൻഡ് യൂണിവേഴ്സൽ വിഷൻ ഓഫ് സാൽവേഷൻ, അതാണ് ഈ ലേഖനത്തിൻ്റെ പ്രതിപാദ്യം. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കാണുകയും ചെയ്യും സഭാദർശനത്തിൻ്റെ എക്ലേസിയോളജി, ഡെവലപ്ഡ് എക്ലേസിയോളജി, നവീനമായ ഒരു സഭാദർശനം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതാണ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ക്രിസ്തുവിൻ്റെ ശരീരമായും മണവാട്ടിയുമായും സാർവത്രികമായ ഒരു എക്സിസ്റ്റൻസ് ഉള്ള സഭയെ പറ്റിയാണ് ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആരാധനാപരമായ ഒരു ശൈലി ഈ കത്തിൽ നമുക്ക് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കത്തിൽ പ്രത്യേകമായിട്ട്, കാരണം സഭയുടെ ആ ഒരു വികസനം, വളർച്ചയുടെ ഭാഗമായിട്ട് അനൈക്യം വരുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തുള്ള പല സ്ഥലത്തുള്ള സഭകൾ ഒരുമിച്ച് കർത്താവായ യേശുമിശിഹ ആകുന്ന ശിരസ്സിൻ്റെ കീഴിൽ ഒറ്റ ശരീരമായി നിൽക്കേണ്ട കാര്യമൊക്കെ വളരെ ഉദാത്തമായിട്ട് ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഐക്യത്തിനും വിശ്വാസത്തിനും വളർച്ചയ്ക്കുമുള്ള ഊന്നൽ, ക്രിസ്തുവിൻ്റെ പൂർണ്ണതയുടെ ഉയരത്തിൻ്റെ അളവുകോലായി വളരുവാൻ സഭ വിളിക്കപ്പെടുന്നു എന്ന് എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഒരു ലേഖനത്തിന് അതിൻ്റെ പ്രത്യേകത നമ്മൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ചുള്ള, അതായത് ഇതാ ഉടൻ തന്നെ കർത്താവ് വരുന്നു എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ധാരണ ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 3-ാം അധ്യായം 21-ാം വാക്യം. ഇനിയും ഈ ലേഖനത്തിൽ കാണുന്ന മറ്റൊരു കാര്യം, ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യത്വത്തിലേക്ക്, ഒരു പുതിയ സൃഷ്ടിയിലേക്ക് എല്ലാ ആളുകളെയും അനുരഞ്ജിപ്പിക്കുന്ന, ഒന്നിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ ലേഖനം പറയുന്നു. എല്ലാ സൃഷ്ടികളുടെയും അന്തിമ ഏകീകരണം എങ്ങനെയെന്നുള്ള പൗലോസ്ലീഹയുടെ മറ്റ് ലേഖനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പുരോഗമിച്ച ദൈവശാസ്ത്രം, നവീനമായ ഒരു ദൈവശാസ്ത്രം ഈ കത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ഈ ലേഖനത്തിൻ്റെ ഒരു പൊതു രൂപരേഖ ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളടക്കവും ഇതിൻ്റെ ദർശനങ്ങളും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ അവതരിപ്പിക്കുന്നത്. എഫെസസുകാർക്ക് ഇത് ലേഖനം 3 അധ്യായങ്ങൾ വീതമുള്ള 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ആമുഖവും അഭിവാദനവും 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് കാണാം. ആദ്യ പകുതി എന്ന് പറയുന്നത് ദൈവശാസ്ത്രപരമായ വിശ്വാസ സത്യങ്ങൾ വിശദീകരിക്കുന്നതായ ഭാഗമാണ്. അത് 1-ാം അധ്യായം 3-ാം വാക്യം തൊട്ട് 3-ാം അധ്യായം 21-ാം വാക്യം വരെ നമ്മൾ കാണാം. യഹൂദരെയും വിജാതീയരെയും ഒരുമിപ്പിക്കുന്ന മാനുഷ്യ സാഹോദര്യത്തിൻ്റെ ശിരസായ ക്രിസ്തുവിലൂടെ സഭയിലൂടെയും വെളിപ്പെടുത്തപ്പെട്ട ദൈവിക പദ്ധതിയുടെ ആ ഒരു വലിയ രഹസ്യം എങ്ങനെ സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നുണ്ട്. ഈ ഭാഗത്തിൻ്റെ ഉപവിഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. അതിൽ 1-ാമത്തെ ഉപവിഭാഗം 1-ാം അധ്യായം 3-ാം വാക്യം തൊട്ട് 14-ാം വാക്യം വരെയുള്ളത് ദൈവസ്തുതി, നിത്യതയിൽ
മറഞ്ഞിരുന്ന ആ രഹസ്യം എന്താണെന്ന് സ്തുതിയുടെ ഒരു ശൈലിയിൽ അവതരിപ്പിക്കുന്നു. രണ്ടാമത് 1-ാം അധ്യായം 15-ാം വാക്യം മുതൽ 2-ാം അധ്യായം 22-ാം വാക്യം വരെ കാണുന്നത് സഭയ്ക്ക് വെളിവാക്കപ്പെട്ട യഹൂദരെയും വിജാതീയരെയും ക്രിസ്തുവിൽ അനുരഞ്ജിപ്പിക്കുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യുന്ന ക്രിസ്തുവിലുള്ള രക്ഷാകര രഹസ്യം, അതിനെപ്പറ്റി ഈ വേദഭാഗത്ത് അവതരിപ്പിക്കുന്നു, വിശദീകരിക്കുന്നു. ഈ ദൈവിക രഹസ്യത്തിൻ്റെ അപ്പസ്തോലൻ എന്ന നിലയിൽ പൗലോസ് ശ്ലീഹ വിളിക്കപ്പെടുന്നു. പൗലോസ് ശ്ലീഹയുടെ പങ്കാണ് 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഈ പകുതിയുടെ അവസാന ഭാഗം പൗലോസിൻ്റെ പ്രാർത്ഥനയും സ്തുതിയും അടങ്ങുന്ന 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ സ്തുതിയും പ്രാർത്ഥനയും കീർത്തനങ്ങളും അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായ അവലോകനങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഒരു ഭാഗം, ദൈവശാസ്ത്ര ഭാഗം എന്ന് പറയുന്ന വിശ്വാസ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു ഭാഗം 1-ാം അധ്യായം 3-ാം വാക്യം മുതൽ 3-ാം അധ്യായം 21-ാം വാക്യം വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി 2-ാം പകുതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ വിശ്വാസ സത്യങ്ങൾ പ്രായോഗികമായിട്ട് എങ്ങനെ ഒരു വിശ്വാസി അല്ലെങ്കിൽ ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട ഒരു വിശ്വാസി പ്രായോഗികമായിട്ട് ഇത് എങ്ങനെ തൻ്റെ ജീവിതത്തിൽ അത് അനുകരിക്കുന്നു അല്ലെങ്കിൽ അനുധാവനം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള പ്രബോധനം അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് 2-ാം ഭാഗം, 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ 6-ാം അധ്യായം 17-ാം വാക്യം വരെ. ധാർമ്മിക ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ ഭാഗം തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും അവരുടെ വിളിക്കനുസൃതമായി, ക്രിസ്തീയ വിളിക്കനുസൃതമായിട്ട് വിശ്വസ്തരായിരിക്കുവാൻ ഉത്ബോധിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അടങ്ങിയ ഈ ഭാഗത്തിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. 1-ാമത്തെ ഭാഗം സഭയുടെ ഐക്യവും വൈവിധ്യവും നിലനിർത്തുന്ന പൊതു തത്വങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അത് 4-ാം അധ്യായം 1 മുതൽ 5-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങൾ. അതിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ആയിരിക്കുന്നത് കൊണ്ട് ഒരു ഐക്യവും വളർച്ചയും നമുക്കുണ്ടാകണം. 4-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ ആത്മനവീകരണത്തിനുള്ള തത്വങ്ങളാണ് 4-ാം അധ്യായം 17 മുതൽ 5-ാം അധ്യായം 20-ാം വാക്യം വരെ നമ്മൾ കാണുന്നത്. ഇവിടെ ക്രിസ്തുവിൻ്റെ നവജീവിതത്തിൽ ആയിരിക്കുമ്പോൾ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, മറ്റൊരു കാര്യം നാം വർജിക്കേണ്ട തിന്മകൾ എന്തൊക്കെയാണെന്നും ഇവിടെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ 2-ാം ഭാഗത്തിൽ നമുക്കറിയാം അത് ഒരു ഉപദേശമാണ്. ചട്ടങ്ങളും ക്രമവും പറഞ്ഞുകൊണ്ട് ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് വിശദീകരിച്ചുകൊണ്ട് 5-ാം അധ്യായം 21-ാം വാക്യം മുതൽ 6-ാം അധ്യായം 9-ാം വാക്യം വരെ ക്രിസ്തീയ ഭവനക്രമം അല്ലെങ്കിൽ ചട്ടങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആധ്യാത്മിക ദർശനം വെളിപ്പെടുത്തിക്കൊണ്ട് 6-ാം അധ്യായം 10-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ തിന്മയ്ക്കെതിരായി നമ്മൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമരം അത്യന്താപേക്ഷിതമാണ്. പക്ഷെ ഇവിടെ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ ക്രിസ്തീയമായ ഒരു കവചം, കർത്താവ് നമുക്കൊരു കവചം നൽകുന്നു, നമ്മുടെ ആത്മീയതയുടെ കവചം. ആ കവചം ധരിച്ചുകൊണ്ട് നമുക്ക് തിന്മയ്ക്കെതിരെ സമരം നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രായോഗിക വശങ്ങൾ, വിശ്വാസ സത്യങ്ങളുടെ പ്രായോഗിക വശങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നു. ഏറ്റവും അവസാനം ഉപസംഹാരവും ആശംസയും നൽകിക്കൊണ്ട് 6-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലൂടെ ഈ ലേഖനം അവസാനിക്കുന്നു. അപ്പോൾ 6 അധ്യായങ്ങളിലൂടെ ഈ ലേഖനം 3 അധ്യായങ്ങളുടെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിച്ച് കൂടുതൽ അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ ദൈവശാസ്ത്രവും ധാർമ്മിക ഉപദേശങ്ങളും തമ്മിലുള്ള ഒരു വിഭജനം നമ്മൾ പറഞ്ഞെങ്കിലും ഇത് അത്ര കൃത്യമായിട്ട് കർക്കശമായിട്ടുള്ള ഒരു വിഭജനമായിട്ട് നമ്മൾ കാണേണ്ട. കാരണം പ്രബോധനപരമായ 2-ാം ഭാഗങ്ങളിലെ അധ്യായങ്ങളിൽ 4 മുതലുള്ള അധ്യായങ്ങളിലൊക്കെ ദൈവശാസ്ത്രപരമായ ആദ്യത്തെ ഭാഗത്തിൻ്റെ ചില തത്വങ്ങളുടെ വിശദീകരണം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിലൊരു ഇൻട്രാക്ഷനും അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനും അവിടെ വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഓരോ അധ്യായങ്ങളെ നമ്മളൊന്ന് എടുത്ത് മനസ്സിലാക്കുകയാണ്. അധ്യായങ്ങളിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നത് കൂടുതൽ ഈ ലേഖനത്തെ പഠിക്കുന്നതിന് നമ്മളെ സഹായിക്കും. 1-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ നിത്യമായുള്ള രക്ഷാകര പദ്ധതിയും ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു സ്തുതിഗീതം എന്ന നിലയിൽ പൗലോസ് ഇവിടെ ഈ അധ്യായത്തിൽ 1-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്.
തിരഞ്ഞെടുക്കപ്പെട്ട, ദത്തെടുക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട, ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ള ആ ഒരു വലിയ സത്യം നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്, വിശ്വാസ സത്യം. അതുപോലെ തന്നെ ആത്മീയ ജ്ഞാനത്തിനും വെളിപ്പെടുത്തലിനും വേണ്ടിയുള്ള പൗലോസിന്റെ പ്രാർത്ഥന നമ്മൾ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. ഇവിടെ തന്നെയാണ് നമ്മൾ സഭ തൻ്റെ ശരീരമാകുന്നു എന്നുള്ള ആ ഒരു ദർശനം വരുന്നത്. അതുകൊണ്ട് ഈ അധ്യായത്തിലുള്ള പ്രമേയങ്ങളെ പറ്റി നമ്മൾ നോക്കുമ്പോൾ കൃപയും തിരഞ്ഞെടുപ്പും, ദൈവത്തിന്റെ സൗജന്യദാനമായ രക്ഷാക പദ്ധതിയെ കുറിച്ചും, ക്രിസ്തുവിന്റെ അധികാരം എല്ലാ സൃഷ്ടികളുടെയും ചരിത്രത്തിന്റെയും മേൽ ആയിരിക്കുന്നു. കർത്താവ് എല്ലാത്തിൻ്റെയും കർത്താവാണ്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ കോസ്മിക് ആയിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ മീതെ തലവനായി ക്രിസ്തു ഉയർത്തപ്പെട്ടു. സഭ അവന്റെ ശരീരമാണ്. ക്രിസ്തു സഭയുടെ ശിരസാണ്, സഭ അവന്റെ ശരീരമാണ്. അത് ഓൾ എൻകംപാസിംഗ് ആയിട്ടുള്ള ആ ഒരു ദർശനം അത് സഭയുടെയും ക്രിസ്തുവിൻ്റെയും ദർശനത്തിൽ അവതരിപ്പിക്കുന്നു 1-ാം അധ്യായത്തിൽ. 2-ാം അധ്യായത്തിൽ നമുക്ക് ഈ രക്ഷ ലഭിച്ചത് ദൈവകൃപയാലാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഔദാര്യമാണ്. ക്രിസ്തുവിലുള്ള ഐക്യത്തെക്കുറിച്ചും ഈ വേദഭാഗത്തിൽ അല്ലെങ്കിൽ ഈ അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നു. ക്രിസ്തുവിൽ മരണത്തിൽ നിന്ന് നമ്മൾ ജീവിതത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് പ്രവൃത്തിയാലല്ല, കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന പൗലോസ്ലീഹയുടെ സുപ്രസിദ്ധമായ ആ ദർശനം നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അത് കാണാൻ കഴിയും. 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൽ രഞ്ജിക്കപ്പെട്ട അല്ലെങ്കിൽ അനുരഞ്ജനം ചെയ്യപ്പെട്ട യഹൂദന്മാരും വിജാതീയരും ഒരു പുതിയ മനുഷ്യ സൃഷ്ടികൾ ആയി തീർന്നുകൊണ്ട് ഒരു പുതിയ മനുഷ്യ ദർശനത്തെ ഇവിടെ അവതരിപ്പിക്കുന്നു. നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യ സമൂഹം. ഈ അധ്യായത്തിൽ 2-ാം അധ്യായത്തിന്റെ പ്രധാന പ്രമേയങ്ങളെ പറ്റി നമ്മൾ പറയുമ്പോൾ കൃപയാലുള്ള നീതീകരണം, രക്ഷ പൂർണ്ണമായും ദൈവിക ദാനമാണെന്നുള്ളത് അവതരിപ്പിക്കുന്നു. അതുപോലെ അനുരഞ്ജനം എന്ന് പറയുന്നത് ക്രിസ്തു വിഭജനത്തിന്റെ എല്ലാ മതിലുകളും തകർത്ത് എല്ലാവരെയും ഒന്നിപ്പിക്കുന്നു. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ്. അനുരഞ്ജനത്തിന്റെ സ്പിരിച്വാലിറ്റിയും തിയോളജിയും പ്രിൻസിപ്പിളും അവിടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സഭ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയമായ സഭ, ആത്മാവിന്റെ വാസസ്ഥലമായ സഭ ക്രിസ്തുവിൽ പണിയപ്പെടുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളും അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. 2-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ ഇത് നമുക്ക് കാണുവാൻ കഴിയും. ഇനി 3-ാം അധ്യായത്തിന്റെ പ്രതിപാദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ കാര്യസ്ഥൻ എന്ന നിലയിൽ, അതായത് രക്ഷയുടെ രഹസ്യം എങ്ങനെ പൗലോസ്ലീഹായി കേൾപ്പിക്കപ്പെട്ടു, അതുപോലെ തന്നെ അത് പ്രഘോഷിക്കുവാനുള്ള അതിൻ്റെ അപ്പസ്തോലൻ എന്ന നിലയിൽ, കാര്യസ്ഥൻ എന്ന നിലയിൽ ശക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം വെളിപ്പെടുത്തുവാനുള്ള പൗലോസിന്റെ ദൗത്യം അല്ലെങ്കിൽ പൗലോസിന്റെ ദൈവവിളിയെ പറ്റിയാണ് 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ആന്തരിക ശക്തി, സ്നേഹം, ദൈവത്തിന്റെ പൂർണ്ണത എന്നിവയ്ക്ക് വേണ്ടിയുള്ള അപ്പോസ്തലന്റെ പ്രാർത്ഥനയും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്ന ആ പ്രമേയങ്ങൾ നമ്മൾ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിലും പറയുകയാണ്. സാർവത്രികമായ ഒരു പദ്ധതി എല്ലാ ജനതകൾക്കും വേണ്ടി അതായത് അതുവരെയുള്ള ഇലക്ഷൻ തിയോളജി അല്ലെങ്കിൽ യഹൂദന്മാർക്ക് വേണ്ടിയുള്ള രക്ഷകര പദ്ധതി എന്നുള്ള ആ ഒരു ആധ്യാത്മികതയും ദൈവശാസ്ത്രവുമായി സകലർക്കും വേണ്ടിയുള്ള, എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷ ക്രിസ്തുവിലൂടെ ആരംഭിച്ചിരിക്കുന്നു. ഇനാഗുറേറ്റഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഐ Paul am the apostle of this glorious mystery of salvation to everyone. അതുകൊണ്ട് ഈ അപ്പോസ്തലിക ശുശ്രൂഷ, സുവിശേഷത്തിന്റെ ദാസനാണ് ഞാൻ പൗലോസ്ലീഹ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നിയും അടിസ്ഥാനപ്പെടുത്തിയും ഞാൻ ഈ ഒരു ശുശ്രൂഷ ചെയ്യുന്നു. നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുമ്പോൾ നിങ്ങളും അതേ അനുഭവത്തിൽ വരുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നു. ഇനി 4-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആ ഒരു ഐക്യത്തിന്റെ അനുഭവം, അതുപോലെ തന്നെ അത് നൽകുന്ന പക്വത, മച്യൂരിറ്റി, യൂണിറ്റി ആൻഡ് മച്യൂരിറ്റി, അതായത് സഭ എന്ന രീതിയിൽ സഭയുടെ ആ യൂണിറ്റിയും മച്യൂരിറ്റിയും ഉള്ള ആ ഒരു ക്യാരക്ടർ ഇവിടെ അവതരിപ്പിക്കുന്നു, പ്രത്യേകത. അതുപോലെ തന്നെ സഭാ മക്കൾക്കും ഇത് തന്നെ ലഭിക്കുന്നു. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഐക്യത്തിലും എളിമയിലും ജീവിക്കാനുള്ള ആഹ്വാനം കൊടുക്കുന്നു. കാരണം നിങ്ങൾ സഭയിലെ അംഗമാണ്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ there is no possibility of division. അതുകൊണ്ട് അത് നോർമലായിട്ട് തന്നെ ആ ഒരു ഐക്യം വരുന്നു എന്നുള്ളതാണ് പൗലോസ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദാനങ്ങളുടെ വൈവിധ്യം വിശുദ്ധരെ പരിപൂർണമാക്കുന്നതിനോടൊപ്പം ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും
ക്രിസ്തുവിന്റെ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയാണ് എന്ന് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ദാനങ്ങളിലൂടെ കർത്താവിന്റെ ശരീരത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ പഴയ മനുഷ്യനെ അവന്റെ ദുരാശകളോടുകൂടി ഉരിഞ്ഞു കളയുക. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ള ആ ഒരു ഉത്ബോധനം 17 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. അതായത് ന്യൂ ലൈഫ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഈ ഒരു 4-ാം അധ്യായത്തിന്റെ പ്രമേയങ്ങൾ ആയിട്ട് നമ്മൾ കാണുന്നത് ഐക്യവും വൈവിധ്യവും, ഒരു ശരീരം, നിരവധി ആത്മീയദാനങ്ങൾ, ശരീരത്തിന്റെ നിരവധി അവയവങ്ങൾ. രണ്ടാമത് ആത്മീയ വളർച്ച, ഇന്നെവിറ്റബിൾ ആണ് ആത്മീയ വളർച്ച. പക്വതയില്ലായ്മയിലായിരുന്നവരെ ക്രിസ്തുവിൽ ഒരു പുതിയ പക്വതയിലേക്ക് അവരെ കൊണ്ടുവരുന്നു, മെച്യൂരിറ്റി. ആ ഒരു ആത്മീയ വളർച്ച. അതുപോലെ തന്നെ ധാർമ്മിക ജീവിതം, സത്യം, ക്ഷമ, സ്നേഹം എന്നിവ അടങ്ങിയ ഒരു ധാർമ്മിക ജീവിതത്തിന്റെ എത്തിക്സ്, ക്രിസ്ത്യൻ എത്തിക്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 4-ാം അധ്യായത്തിന്റെ അവസാനം. ഇനിയും 5-ാം അധ്യായത്തിൽ സ്നേഹത്തിലും ജ്ഞാനത്തിലും പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കുക എന്നുള്ള പ്രബോധനത്തിൽ അടിസ്ഥാനമാക്കിയിട്ട് ഉപദേശങ്ങളുടെ ഒരു തലം നമ്മൾക്കിവിടെ കാണാൻ കഴിയും. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഈ ജീവിതശൈലിയുടെ അടിസ്ഥാനം എന്താണ്? ദൈവത്തെ അനുകരിക്കൂ, സ്നേഹത്തിൽ ജീവിക്കുക. അപ്പോൾ ദൈവത്തെ അനുകരിച്ച് സ്നേഹത്തിൽ ജീവിക്കുക എന്നുള്ള കാര്യം അവിടെ പറയുന്നു. അതുപോലെ തന്നെ 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ എല്ലാവരും ക്രിസ്തുവിൽ വെളിച്ചത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുക. പ്രകാശത്തിൻ്റെ മക്കളാകുവാനുള്ള വിളി നമുക്ക് ലഭിച്ചതുകൊണ്ട് പ്രകാശം, നിത്യപ്രകാശമായ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുക എന്നുള്ള ആ ഒരു ദർശനം നമുക്ക് അവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ എന്ത് പറയുന്നു? ക്രിസ്തീയ ഭവനക്രമം അവിടെ പറയാണ്. അപ്പോൾ ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെയും മക്കളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ നിയോഗങ്ങൾ അല്ലെങ്കിൽ റോൾസ് ഓഫ് ഹസ്ബൻഡ്സ് ആൻഡ് വൈഫ്, ഇത് നമ്മൾ മാട്രിമണി, സാക്രമെന്റ് ഓഫ് മാട്രിമണിയിൽ നമ്മളത് വായിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെയും കുടുംബത്തിലുള്ള റോൾ, കുടുംബത്തിൻ്റെ റോൾ, അതാണ് 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അപ്പോൾ 5-ാം അധ്യായത്തിൽ നമ്മൾ പ്രധാന പ്രമേയങ്ങളായിട്ട് കാണുന്നത് ക്രിസ്തുവിനെ അനുകരിക്കുക, ക്രിസ്തു സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക. ദൈനംദിന ജീവിതത്തിൽ വിശുദ്ധി കാത്ത് സംരക്ഷിക്കുന്നത് എങ്ങനെയെന്നും അതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും പറയുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെയും സഭയുടെയും ആ ഒരു ബന്ധം, വിവാഹം എന്ന രീതിയിൽ തന്നെ. അപ്പോൾ ഈ ഒരു ദൈവിക രഹസ്യത്തെ സാധാരണ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും വിവാഹബന്ധത്തെ ക്രിസ്തുവിൻ്റെയും സഭയുടെയും വിവാഹബന്ധമായിട്ട് അല്ലെങ്കിൽ ആ ദൈവിക രഹസ്യമായിട്ട് ബന്ധപ്പെടുത്തി വിവാഹം എന്ന കൂദാശയുടെ ആ ഒരു തലം ദൈവികമായിട്ട് അതിൻ്റെ ഒരു പരിശുദ്ധിയും അതിൻ്റെ ഒരു പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്ന ഒരു വേദഭാഗം കൂടിയാണ് നമ്മൾ ഈ 5-ാം അധ്യായത്തിൽ കാണുന്നത് എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ. ഇനിയും 6-ാം അധ്യായം അല്ലെങ്കിൽ അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ് ആത്മീയ സമരവും അതിൻ്റെ ഉപസംഹാരമായിട്ടുള്ള ചില പ്രബോധനങ്ങളും. ഇതിനകത്തിൽ കുട്ടികൾ, മാതാപിതാക്കൾ, അടിമകൾ, യജമാനൻ എന്നിവർക്കുള്ള നിർദ്ദേശങ്ങൾ, എന്ത് ചെയ്യണം, 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകുന്ന, നമ്മുടെ ആത്മീയ സമരത്തിൽ ദൈവം നമുക്ക് നൽകുന്ന കവചത്തെക്കുറിച്ച് 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതുപോലെ തന്നെ 6-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ അന്തിമമായിട്ടുള്ള ആശംസകളും അനുഗ്രഹവും നമുക്ക് വായിക്കാൻ കഴിയും. ഇനിയും ഈ 6-ാമത്തെ അധ്യായം അല്ലെങ്കിൽ അവസാന അധ്യായത്തിൻ്റെ പ്രമേയമായിട്ട് നമ്മൾ കാണുന്നത് ക്രിസ്തീയ കുടുംബ ധാർമ്മികത, ക്രിസ്ത്യൻ ഫാമിലി എത്തിക്സ്. അപ്പോൾ അന്നത്തെ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ എന്തൊക്കെ കാര്യങ്ങൾ ക്രിസ്തീയ കുടുംബങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അത് ഇന്നും റെലവൻ്റ് ആണ്. ഒരുപക്ഷെ അടിമകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ചില സ്ലേവ്സ് ആൻഡ് ദെയർ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം ഇന്നും റെലവൻ്റ് ആണ്. അതുപോലെ തന്നെ ആത്മീയ സമരം, നമ്മുടെ ജീവിതം എപ്പോഴും തുടരുന്ന ഒരു ആത്മീയ സമരമാണ്. ദുഷ്ടശക്തികൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം നമ്മൾ നടത്തുന്നു എന്നും ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ സമരം നടത്തുവാനുള്ള ശക്തി കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അത് വിശ്വാസത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും നമ്മൾക്ക് വിജയം നേടിത്തരുന്നു. ഈ ശക്തി നമുക്ക് ലഭിക്കുന്നു എന്നും ഈ അധ്യായത്തിൽ നമുക്ക് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു 6 അധ്യായങ്ങളിലൂടെ ഈ ദൈവിക ദർശനങ്ങൾ, ഇത് വളരെ ആഴമേറിയ ദൈവിക ദർശനങ്ങളാണ് നമുക്ക് നൽകുക. ഇനിയും ഈ ലേഖനത്തിലെ പൊതുപ്രതിപാദ്യങ്ങൾ, ചില കാര്യങ്ങൾ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. 3 കാര്യങ്ങൾ
ഈ ലേഖനത്തിൽ വളരെ പ്രത്യേകമായിട്ട് പ്രതിപാദിപ്പിക്കുന്നത്. ഒന്ന്, ഐക്യം. സഭയുടെ ഐക്യമാകാം, വിശ്വാസികൾ പരസ്പരമുള്ള ഐക്യമാകാം, ഈ ലോകത്തിന്റെ ദ ഹോൾ യൂണിവേഴ്സ്, ദ കോസ്മോസ്, വേൾഡ്, ഇതിന്റെ ഐക്യമാകാം. അത് ഐക്യം. രണ്ട്, സഭാദർശനം, സഭാത്മീകത, അല്ലെങ്കിൽ സഭയുടെ എക്ലീസിയോളജിയെ കുറിച്ചുള്ള ആ ഒരു ഭാഗം. മൂന്ന്, ദൈവിക രഹസ്യവുമായി ബന്ധപ്പെട്ട് പൗലോസിന്റെ നിയോഗം. ഈ ഒരു നിയോഗം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാകുന്നു എന്ന രീതിയിലാണ് പൗലോസ് ലീഗ അവതരിപ്പിക്കുന്നത്. ഇനി ഐക്യം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്, ഐക്യം എന്ന് പറയുന്ന ഈ ഒരു ദൈവിക ദർശനത്തെ ഈ ലേഖനം എങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഐക്യത്തിന്റെ വ്യാപ്തി പ്രപഞ്ചം മുഴുവൻ മുതൽ ഏക വ്യക്തി അല്ലെങ്കിൽ ഓരോ വ്യക്തി വരെയും സമഗ്രമാണ്. വാസ്തവത്തിൽ ഈ പ്രമേയം കൃത്യമായ ഒരു അവരോഹണ ക്രമത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, 1-ാം അധ്യായത്തിൽ സാധ്യമായ എല്ലാ രീതിയിലും വീക്ഷണത്തിലും ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്നതിനുള്ള ദൈവത്തിന്റെ ആ നിത്യമായ പദ്ധതിയെക്കുറിച്ച് അവതരിപ്പിക്കുന്നു. 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അവരോഹണ ക്രമം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി 2-ാം അധ്യായത്തിൽ നമ്മൾ എന്ത് കാണുന്നു? ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ 2-ാം അധ്യായം, അവിടെ ക്രിസ്തുവിൽ ദൈവം എല്ലാ ജനങ്ങളെയും, യഹൂദരോ ഗ്രീക്കുകാരോ വിജാതികളോ ആരൊക്കെ, എല്ലാവരെയും ഒരൊറ്റ അല്ലെങ്കിൽ ഒരു പുതിയ മനുഷ്യത്വത്തിലേക്ക് ഒന്നിപ്പിക്കുന്നു. അങ്ങനെ ഒന്നിപ്പിക്കുവാൻ ഉദ്ദേശിച്ചു. 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. ഇനി 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഇത് സഭയിലേക്ക് വരുന്നു. ഈ പറയുന്ന ഐക്യത്തിൻ്റെ എല്ലാം പ്രായോഗികവും പ്രാവർത്തികമായ തലമായിട്ട് സഭയെ അവതരിപ്പിക്കുന്നു. എല്ലാ മനുഷ്യവംശങ്ങളുടെ ഇടയിൽ ദൈവം എല്ലാവർക്കും വേണ്ടി ആഗ്രഹിക്കുന്ന ഐക്യത്തിൻ്റെ ആത്യന്തിക സാക്ഷിയാണ്, സാധ്യതയാണ് സഭ എന്ന് അവതരിപ്പിക്കുന്നത് എഫേസ്യർക്കെഴുതിയ ലേഖനം. അതുകൊണ്ട് തന്നെയാണ് സഭ ഐക്യ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം നൽകുന്ന, ഏറ്റവും വലിയ പ്രചോദനം നൽകുന്ന ലേഖനമായിട്ട് ഈ എഫേസ്യർക്കെഴുതിയ ലേഖനത്തെ നമ്മൾ കാണുന്നു. ഇനിയും 5-ാം അധ്യായം 22 മുതൽ 6-ാം അധ്യായം 4 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് നമുക്ക് കാണുന്നത്? കുടുംബത്തിൻ്റെ ഐക്യം, കുടുംബത്തിൻ്റെ കെട്ടുറപ്പിലേക്കാണ് ലേഖനം ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കുടുംബം അടിസ്ഥാന സാമൂഹിക ഒരു തലമാണല്ലോ, അല്ലെങ്കിൽ ഗാർഹിക സഭ. കുടുംബം ഒരു വലിയ കുടുംബമായ സഭയെ ശക്തമാക്കുന്നത് അതിൽ ഉൾക്കൊള്ളുന്ന വ്യക്തിഗത കുടുംബങ്ങൾ ഒന്നിക്കുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ വ്യക്തികൾ ഒന്നിച്ച് കുടുംബങ്ങളാകുന്നു, കുടുംബങ്ങൾ ഒന്നിച്ച് സഭയാകുന്നു. ഈ സഭയുടെ ഒരുമ എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ ഐക്യമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കുടുംബങ്ങൾ ശക്തമാകുന്നത് അവയിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ വേണ്ടത്ര സജ്ജരായിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിന് സജ്ജരായിരിക്കുമ്പോൾ കുടുംബവും വ്യക്തികളും ശക്തരാകുന്നു, ഐക്യം വരുന്നു. 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഈ ഒരു ഐക്യത്തിൻ്റെ തലം കാണുന്നു. അങ്ങനെ ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എല്ലാറ്റിനെയും, ദൈവജനത്തെയും സഭയും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ലോകത്തിലെ എല്ലാ സൃഷ്ടികളെ, എല്ലാ വസ്തുക്കളും, സൃഷ്ടവസ്തുക്കൾ എല്ലാറ്റിനെയും കർത്താവായ യേശുമിശിഹായിൽ വിശ്വസിക്കുക, ദൈവജനത്തെ മുഴുവനെയും സഭയും ഒന്നിപ്പിക്കുക. അതാണ് യൂണിറ്റി എന്ന കോൺസെപ്റ്റ്, ഐക്യം എന്നുള്ള ആ ഒരു ദർശനം ഇടുന്നത്. രണ്ടാമത് സഭയുടെ ഒരു നവീകൃതമായ ഒരു സഭാ ദർശനം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ ഈ ഒരു നവീനമായ ഒരു സഭാദർശനം നമുക്ക് കാണാൻ കഴിയുമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കുക? ഒന്നാമതായിട്ട് നമ്മൾ ഓർക്കുക, എക്ലീസിയ എന്ന ഗ്രീക്ക് പദം ഒരിക്കലും ഒരു പ്രാദേശിക സഭയെ സ്വീകരിക്കുവാൻ ഈ ലേഖനത്തിൽ ഉപയോഗിക്കുന്നില്ല. മറിച്ച് ഒരു സാർവത്രിക അർത്ഥത്തിലാണ് സഭയെ എക്ലേസിയ എന്ന പദം കൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം, 3-ാം അധ്യായം 10-ാം വാക്യം, 21-ാം വാക്യം, 5-ാം അധ്യായം 23-25 വരെ വാക്യങ്ങൾ, 27, 29, 32 വരെയുള്ള വാക്യങ്ങളെല്ലാം നമ്മൾ നോക്കുക. എക്ലേസിയ എന്ന പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സഭയെന്ന് പറയുന്നതിന് സാർവത്രിക ദർശനമാണ്. അതായത് എക്ലേസിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടം വിശ്വാസികളുടെ സമൂഹം മാത്രമല്ല. അപ്പോൾ നമ്മുടെ ഈ സഭാ ദർശനത്തിൻ്റെ ആ ഒരു വളർച്ച ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആധ്യാത്മികതയുടെ ഒന്നാമത്തെ ഭാഗം, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു. സഭ ഒരു പ്രത്യേക സ്ഥാനമോ സ്ഥാപനമോ ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ രീതിയിൽ നിന്ന് മറിച്ച് ശിരസ്, ശരീരം, ആത്മാവ് എന്നിവയുള്ള ജീവിക്കുന്ന ജീവനുള്ള ഒരു ഏകീകൃത ഘടനാക്രമം എന്ന രീതിയിൽ 4-ാം അധ്യായം 4-ാം വാക്യം സഭയുടെ ചിത്രം പ്രാഥമികമായി ഈ ലേഖനം പഠിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ അംഗങ്ങളുടെ പരസ്പര ബന്ധത്തെയും അവരുടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെയും പഠിപ്പിച്ചുകൊണ്ടാണ് ഈ സഭ ക്രിസ്തുവിൻ്റെ ശരീരം ആകുന്നു എന്ന് പറയുന്നത്. 4-ാം അധ്യായം 12-ാം വാക്യം, 16-ാം വാക്യം, 2-ാം അധ്യായം 16-ാം വാക്യം, 3-ാം അധ്യായം 6-ാം വാക്യം നമ്മളിന്ന് വായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഒരു പുതിയ ബന്ധം ശരീരത്തിനും ശിരസിനും സമാന്തരമായിട്ട് അവതരിപ്പിക്കുന്നു. 4:15-16 വളർന്നുകൊണ്ടിരിക്കുന്ന സഭയ്ക്ക് ക്രിസ്തു ഊർജ്ജവും നേതൃത്വം നൽകുന്നു. 4:15-16 വീണ്ടും അത് കാണുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ പൂർണ്ണത സഭയാകുന്ന അവൻ്റെ ശരീരത്തെ നിറയ്ക്കുന്നു. 1:23, 3:19, 4:13 അവൻ സഭയിൽ ഓരോ വിശ്വാസിയിലും ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിലും വസിച്ചുകൊണ്ട് അതിനെ നവീകരിക്കുന്നു. 3-ാം അധ്യായം 17-ാം വാക്യം. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. 2, സഭ ഒരു വിശുദ്ധ മന്ദിരമാണ്. അതായത് ദൈവത്തിൻ്റെ ഭവനം അല്ലെങ്കിൽ ആലയമാണ് സഭ. 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യം നമ്മളത് കാണും. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായ അടിത്തറയിൽ സ്ഥാപിക്കപ്പെട്ടതാണ് സഭ. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? യേശുവിൻ്റെ ആദ്യ അനുയായികളിൽ നിന്നാണ് സഭ ആരംഭിച്ചതെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഭവനത്തിൻ്റെ മൂലക്കല്ലായി അല്ലെങ്കിൽ ഈ ദൈവിക മന്ദിരത്തിൻ്റെ മൂലക്കല്ലായി ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുമ്പോൾ യേശുവുമായിട്ടുള്ള ഈ ബന്ധം അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനം, ഇതിൻ്റെ ആഴം സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സ്നേഹനിധിയും 3-ാമത്തെ തലമെന്ന് പറയുന്നത് സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. സ്നേഹനിധിയും കരുതലുള്ളവനുമായ മണവാളിനുമായുള്ള ബന്ധത്തിൽ സഭ ഒരു മണവാട്ടിയാകുന്നു. ഇതാണ് വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ആ ഒരു ദർശനം, തിയോളജി ഓഫ് മാട്രിമണി. ആ ഒരു ദർശനം ഇതിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് വന്നിരിക്കുന്നത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഉപമാനം പഴയ നിയമത്തിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. അവിടെ യഹോവ ഭർത്താവും ഇസ്രായേൽ അവൻ്റെ ഭാര്യയുമാണ്. നമുക്ക് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 16-ഉം 23-ഉം വാക്യങ്ങൾ, ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം മുഴുവനും ഈ ഒരു ദർശനം നമുക്ക് കാണാൻ കഴിയും. കർത്താവ് ആണ് നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു ദർശനം. പഴയ നിയമത്തിൽ ദൈവത്തിലുള്ള ഇസ്രായേലിൻ്റെ അവിശ്വസ്തത ഊന്നി പറയുവാനും പലപ്പോഴും ഈ രൂപകം ഉപയോഗിക്കാറുണ്ടെങ്കിലും എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അത് ക്രിസ്തുവിനെ സഭയുടെ തലവനായും സ്നേഹത്തിൽ അതിനോട് ചേർന്നിരിക്കുന്നതിനാൽ അതിനെ രക്ഷിക്കുവാൻ തൻ്റെ ജീവൻ മുഴുവൻ അവൻ തൻ്റെ ശരീരമായ മണവാട്ടിയായ സഭയ്ക്ക് നൽകി എന്നുള്ളൊരു അവൾക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് വിവരിച്ചുകൊണ്ടുള്ള ഈ ഒരു ബന്ധത്തിൻ്റെ ആഴത്തെക്കുറിച്ചും ഇവിടെ അവതരിപ്പിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിനും സഭയ്ക്കും ഇടയിൽ ഒരു അഗാധമായ ഐക്യമുണ്ട്. അത് പക്ഷേ ഒരു സംയോജനത്തിൻ്റെ ഐക്യമല്ല. ഭർത്താവും ഭാര്യയും എന്ന നിലയിൽ നിൽക്കുന്ന പോലെ രണ്ടും വ്യത്യസ്ത ആളുകളാണ്. സഭയും ക്രിസ്തുവും ആ ഐക്യത്തിൽ ഒന്നാവുന്നെങ്കിലും സഭ സഭയായും ക്രിസ്തു ക്രിസ്തുവായും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വലിയ ഉദാത്തമായ സഭാ ദർശനമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അത് 2-ാമത്തെ ദർശനം, സഭയെ പറ്റിയുള്ള ദർശനം. ആദ്യം നമ്മൾ കണ്ടു ഐക്യത്തെക്കുറിച്ചുള്ളത്, 2-ാമത് സഭയെക്കുറിച്ചത്, 3-ാമത് ഈ ദൈവിക രഹസ്യത്തെ സംബന്ധിച്ചുള്ള പൗലോസിൻ്റെ നിയോഗം. 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. വിജാതിയരുടെ അപ്പസ്തോലൻ എന്ന നിലയിൽ പൗലോസ് തൻ്റെ വ്യതിരിക്തമായ വിളിയെ വിശദീകരിക്കുന്നു. അതിന് പൗലോസ് സ്വീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദ്യം ദൈവിക രഹസ്യം അവതരിപ്പിക്കുന്നു. 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദൈവിക രഹസ്യത്തിൻ്റെ കാര്യസ്ഥനും ക്രിസ്തുയേശുവിൻ്റെ തടവുകാരനുമായ സ്വയം പൗലോസ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു വെളിപ്പെടുത്തലിലൂടെ തനിക്ക് ലഭിച്ചതായ ഈ രഹസ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ ദൈവിക രഹസ്യം അവതരിപ്പിക്കുന്നു. 2, ഈ ദൈവിക രഹസ്യം മറഞ്ഞിരിക്കുകയായിരുന്നു. 3-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ. പൗലോസ് ആദ്യം ഈ രഹസ്യം 1:9 പരാമർശിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. മുമ്പ് പറഞ്ഞിരുന്നതും പൗലോസിന് നൽകപ്പെട്ടതുമായ രഹസ്യമാണിത്. 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതായത് മറഞ്ഞിരിക്കുകയായിരുന്നു ഈ രഹസ്യം, അത് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഇനി വെളിപ്പെട്ടതായ രഹസ്യം 3-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. എല്ലാം ക്രിസ്തുവിൽ ഒന്നിച്ച് ചേർക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ നിത്യമായൊരു പദ്ധതിയാണ് ഇത്. 1-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷത്തിലൂടെ വിജാതികളെയും യഹൂദരെയും സഹ അവകാശികളാക്കിയും ശരീരത്തിലെ സഹ അംഗങ്ങളാക്കിയും ക്രിസ്തു യേശുവിൻ്റെ വാഗ്ദാനത്തിൽ സഹ പങ്കാളികളാക്കിയും മാറ്റുക എന്നാണ് ദൈവത്തിൻ്റെ ആ രഹസ്യം. 3-ാം അധ്യായം 6-ാം വാക്യം. ദൈവത്തിൻ്റെ കൃപയുടെയും അവൻ്റെ ശക്തിയുടെയും ദാനത്താൽ പൗലോസ് ഈ രഹസ്യത്തിൻ്റെ
ശുശ്രൂഷകനായി അപ്പോസ്തലനായിട്ട് നിയമിക്കപ്പെടുന്നു. അതാണ് വെളിപ്പെടുത്തപ്പെട്ട രഹസ്യം. എന്താണ്? എല്ലാവർക്കും രക്ഷ, സാർവത്രികമായ രക്ഷയുടെ മാനം. അതാണ് ഈ രഹസ്യത്തിന്റെ വെളിപ്പെടുത്തൽ. ഇനിയും ഈ രഹസ്യത്തിന്റെ പ്രവർത്തനം എന്താണ്? 3-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ അത് വെളിപ്പെടുന്നുണ്ട്. സഭയിലൂടെ രഹസ്യം വെളിപ്പെടുത്തപ്പെടുകയും പൗലോസിലൂടെ അത് കൈകാര്യം ചെയ്യപ്പെടുകയും പ്രഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. സഭയിൽ യഹൂദരുടെയും വിജാതികളുടെയും ഐക്യത്തിൽ ഇതിനകം ആരംഭിച്ച എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിൽ ഏകീകരിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ സാക്ഷാത്കാരമാണ് ഇത്. മുമ്പ് മറഞ്ഞിരുന്നതും എന്നാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ടതുമായ ഒരു വലിയ രഹസ്യമായി വിജാതിയരെ സഭയിൽ ഉൾപ്പെടുത്തുവാനുള്ള ദൈവത്തിൻ്റെ അഭീഷ്ടത്തെ പൗലോസ് ലീഹ വിവരിക്കുന്നുണ്ട്. 3-ാം അധ്യായം 3-ാം വാക്യം, 6-ാം വാക്യം, 9-ാം വാക്യം ഈ രഹസ്യം പ്രഖ്യാപിക്കുവാൻ പൗലോസിനെ നിയോഗിക്കുന്നു. അപ്പോൾ പൗലോസിൻ്റെ ദൗത്യം അല്ലെങ്കിൽ ദൈവവിളി ഇതാണ് എന്നുള്ള പറഞ്ഞുകൊണ്ട് ഈ 3 കാര്യങ്ങൾ, അതായത് 1 യൂണിറ്റി അല്ലെങ്കിൽ ഐക്യം എന്ന ദർശനം, 2 സഭ എന്താണെന്നുള്ള ദർശനം, 3 ദൈവിക രഹസ്യവുമായി ബന്ധപ്പെട്ട് പൗലോസിൻ്റെ നിയോഗം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ദൈവിക രഹസ്യമെന്നും അതെങ്ങനെ വെളിപ്പെട്ടതെന്നും ആ രഹസ്യം എന്താണെന്നും ഒക്കെ കൃത്യം പറയുന്ന ആ ഒരു ദർശനം നമുക്ക്, ആ ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാം, പ്രധാനമായിട്ടുള്ള ആശയങ്ങൾ. അപ്പോൾ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലേഖനത്തിൻ്റെ വ്യതിരക്തതയെപ്പറ്റി, ഇതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ മറന്നു പോകരുതാത്ത കാര്യങ്ങളുണ്ട്. ഈ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില ഗ്രീക്ക് പദങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്ന നല്ലതായിരിക്കും. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് ഹിഡൻ പ്ലാൻ, മിസ്തേരിയോൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രേസ് എന്ന വാക്ക്, കാരിസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇക്ലീസിയ എന്ന വാക്ക് ഇവിടെ കൃത്യം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഭ കർത്താവിൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞു, സോമ ടു ക്രിസ്തു, അതായത് നമ്മളുടെ സഭയിലുള്ള എല്ലാ അംഗങ്ങളുടെയും ഒരു ഓർഗാനിക് യൂണിറ്റിയെ പറ്റി പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണിത്. 1:23. പിന്നെ അതുപോലെ തന്നെ യൂണിറ്റിയെ പറ്റി പറയുന്ന മറ്റൊരു വാക്കാണ് ഹീനോത്യസ്, അതായത് സ്പിരിച്വലായിട്ടും സഭാപരമായിട്ടുമുള്ള ആ യൂണിറ്റി, ഒന്നായി തീരുന്ന കാര്യം. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം 13-ാം വാക്യം. അതുപോലെ തന്നെ ആർമർ ഓഫ് ഗോഡ്, അതായത് ദൈവത്തിൻ്റെ രക്ഷാകവചം, പാനോപിലിയ തൂത്തിയോ എന്ന് പറയുന്ന എഫേസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ഇങ്ങനെ ദൈവിക ദർശനത്തിൻ്റെ അഭൗമമായ ചിന്തകളും ദൈവശാസ്ത്രത്തിൻ്റെ ഒരു വളർച്ചയും എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണാൻ കഴിയും. ഇതിനകത്തിൽ സഭാദർശനവും അതുപോലെ തന്നെ എല്ലാം ഒരുമിപ്പിക്കുന്ന, ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുന്നതായ ആ ദൈവിക ദർശനവും അവതരിപ്പിക്കുന്നതുകൊണ്ട് എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിന് വലിയൊരു ദൈവശാസ്ത്ര മൂല്യമുണ്ട്, ആധ്യാത്മിക മൂല്യമുണ്ട് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഇത് ആരെഴുതി എന്നതിനേക്കാൾ ഉപരിയായിട്ട് പൗലോസ്ലീഹുമായിട്ട് ഈ ലേഖനത്തിന് ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെങ്കിലും ഇത് ആരെഴുതി എന്നതിനേക്കാൾ ഇതൊരു ദൈവനിവേശിത ഗ്രന്ഥമായതുകൊണ്ട് ഈ ഗ്രന്ഥത്തിൻ്റെ ഇപ്പോഴുമുള്ള ആ ഒരു പ്രാധാന്യം, റെലവൻസ് നമ്മൾ മനസ്സിലാക്കുകയും അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലാകട്ടെ, സഭാജീവിതത്തിലാകട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലാകട്ടെ, പ്രായോഗികമായി നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു സാക്ഷ്യം നൽകുന്ന അനുഭവത്തിലാകട്ടെ, നമ്മുടെ അനുദിന ജീവിതത്തിലാകട്ടെ, ഇവിടെയെല്ലാം നമ്മളെ സ്വാധീനിക്കുവാനും നയിക്കുവാനും ദർശനം നൽകുവാനും നമ്മളെ ഉപദേശിച്ച് നമ്മുടെ വഴികൾ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുവാനും ഈ ലേഖനത്തിന് കഴിയും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ഈ ലേഖനത്തിനെ പറ്റി നമ്മൾ പഠിക്കുന്നത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ നമ്മളുടെ ഈ ക്ലാസ് നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.